മൂന്നാർ സമരവിജയത്തിന് പിന്നിൽ ട്രേഡ് യൂണിയനുകളാണെന്ന എം മണിയുടെ പ്രസ്താവനയ്ക്കെതിരെ തോട്ടം തൊഴിലാളികളുടെ പ്രതിഷേധം വ്യാപകമാകുന്നു. സമരവിജയം ഏറ്റെടുക്കാനുള്ള ട്രേഡ് യൂണിയനുകളുടെ ശ്രമത്തെ പുച്ഛിച്ചു തള്ളുന്നുവെന്ന നിലപാടാണ് തൊഴിലാളികൾക്കുള്ളത്. മാധ്യമങ്ങൾ കമ്പനിക്ക് വേണ്ടിയാണ് സമരത്തിൽ ഇടപെട്ടതെന്ന എം മണിയുടെ വാദത്തെയും തൊഴിലാളികൾ തള്ളി. 20% ബോണസ് കിട്ടാൻ കാരണം ട്രേഡ് യൂണിയനുകളാണെന്നും വിഷയത്തിൽ ചർച്ചകൾ സംഘടിപ്പിച്ച മാധ്യമങ്ങൾ കമ്പനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നുമായിരുന്നു എം മണിയുടെ വാക്കുകൾ. 20% ബോണസ് സംബന്ധിച്ചല്ലോ എങ്ങനെ ട്രേഡ് യൂണിയനുകൾ അവിടെ പോയി ചർച്ച ചെയ്തിട്ടാണ്. പകരം 15% തീർക്കാനുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. അവസാനം 19 തീർക്കണമെന്ന് പറഞ്ഞു. അവിടെ സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രതിനിധികൾ പോയവർ പോലും 19% തയ്യാറായിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു അത് വേണ്ട, 20% കൊടുത്തിട്ട് തീർത്താൽ മതി എന്ന് ഞങ്ങൾ നിലപാടെടുക്കും. എന്നാൽ ഇതിനെ പരമപുച്ഛത്തോടെയും അവജ്ഞയോടെയുമാണ് കാണുന്നതെന്ന് സമരത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന ഇന്ദ്രാണിയും ഗോമതിയും ലിസിയും ഒരേ സ്വരത്തിൽ പറയുന്നു. ദീർഘകാലമായി CITUവിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ദ്രാണിയുടെ പ്രതികരണം കാണുക. VS மட்டும்தான் காரணம். அவரும் கூட பார்த்தீங்கன்னா எங்களோட தொழிலாளியாக வந்து மீடியாவுக்கு எல்லாம் தெரியும். 94 வயசுல 7 மணிக்கூர் 8 மணிக்கூர் வந்து எங்க கூட குத்தி இருந்தாரு. அதனால தான் விஜயமே தவிர அது வந்து அவரோட ட்ரேட் யூனியன் கிடையாது, அவருக்கு கிடைச்ச வெற்றி. എം മണിയുടെ പ്രതികരണം കൂട്ടച്ചിരിക്ക് കാരണമായെന്നും അവകാശവാദം ഉന്നയിക്കുന്നതിലൂടെ നേതാക്കൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ എന്നും ഗോമതി പുച്ഛിച്ചു. எங்களுக்கு என்ன சிரிப்பு தான் வருது. என்னடா நம்ம போராடிட்டு 9 நாள் வெற்றி கிடைச்ச உடனே இவர் இப்படி சொல்றாரு. சரி பரவாயில்ல, அவரு என்ன சொல்றாரோ சொல்லிட்டு போட்டோம். മാധ്യമങ്ങൾ തന്നെയാണ് തങ്ങളുടെ സമരം മുഖ്യധാരയിൽ എത്തിച്ചതെന്ന് ലിസിയും കൂട്ടിച്ചേർത്തു. മൂന്നാറിലെ വൻ വീഴ്ചയിൽ നിന്ന് കരകയറാൻ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞാലും സ്വയം പ്രഖ്യാപിത വിജയികളായാലും സാധിക്കില്ലെന്ന സന്ദേശമാണ് തൊഴിലാളികൾ ട്രേഡ് യൂണിയനുകൾക്ക് ഇപ്പോഴും നൽകുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. മൂന്നാറിൽ നിന്നും യദു നാരായണൻ, റിപ്പോർട്ടർ.